ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല, ചെയ്തൊരു വർക്ക് കാണിക്കുകയാണ്. വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ്. ഇത് സ്ട്രെച്ചഡ് ക്യാൻവാസിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആർട്ടിസ്റ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓൺ സ്ട്രെച്ചഡ് ക്യാൻവാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. റോസ ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചതുമാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് കാണിച്ചിട്ടുണ്ട് മുന്നത്തെ എപ്പിസോഡിൽ. എല്ലാവരും നോക്കണം. അതേമാതിരി തന്നെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, വേറൊരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ പേപ്പർ എടുക്കുക, വേസ്റ്റ് പേപ്പർ, അതായത് അല്ലെങ്കിൽ ന്യൂസ് പ്രിൻ്റ് അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ കുറേ കട്ട് ചെയ്ത് വയ്ക്കുക. ആ ചാർട്ട് പേപ്പറിൽ ട്രൈ ചെയ്യാം. ഇതിൽ ചെയ്യുന്നത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെങ്ങനെ പെയിൻ്റ് എടുക്കണം എന്നുള്ളത്. ബ്രഷിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് രണ്ട് കളർ എടുക്കുന്നത്. ഇപ്പോൾ ലീഫ് ചെയ്യുകയാണെങ്കിൽ മഞ്ഞയും പച്ചയും, അല്ലെങ്കിൽ യെല്ലോ ആൻഡ് ബ്ലാക്ക്, ഒരു യെല്ലോ ആൻഡ് ബ്ലൂ, അങ്ങനെയൊക്കെ കളേഴ്സ് എടുത്തിട്ട് അത് ഫ്ലാറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. അതൊരു OHP ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ പ്ലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് പാത്രമോ ഏതെങ്കിലും എടുത്തിട്ട് അതിൽ ഫ്ലാറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുക. ഇത് മിക്സ് ആവാതെ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മിക്സായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു എഫക്റ്റ് ഇതിന് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേമാതിരി തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Okay, thank you so much. ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ആണ് ഈസി. എന്ന് നമുക്ക് റബ്ബറും പെൻസിലും ഒന്നും വേണ്ട. വരയ്ക്കാൻ മാറ്റിയാൽ ഒരുപാട് പ്രാവശ്യം വരച്ച് മാറ്റാലേ നമുക്കൊരു ചിത്രം ശരിയായി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വൺസ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൈ കിട്ടിയാൽ നമുക്ക് ചെയ്യും തോറും ഇതിൻ്റെ ഭംഗി കൂടി വരും. നമുക്ക് ഒരു ടൈപ്പ് സ്ട്രോക്സ് പഠിച്ചാൽ തന്നെ പലതരം വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോസിനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ മതി. ബ്രഷിൻ്റെ സൈസോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ നമ്പറെല്ലാം ഇതിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്. അടുത്ത വേറൊരു എപ്പിസോഡിൽ വേറൊരു വർക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ.